സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞായറാഴ്ചയാണെന്ന് എൻ്റെ അച്ഛനാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാക്കി എടുക്കുവാണ്. ഹലോ, നമസ്കാരം. ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ വേറിട്ടൊരു പരീക്ഷണമാണ്. നമ്മൾ സാധാരണ ചിക്കൻ കറി വയ്ക്കുന്നത് നമ്മൾ ഗ്യാസിലാണ് വയ്ക്കുന്നത്. ഇന്നിപ്പം നമുക്ക് ഗ്യാസ് കുറവായതുകൊണ്ടും ഗ്യാസ് ഇന്നലെ ബുക്ക് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടും നമ്മളിന്നിപ്പം വിറകടുപ്പിലാണ് ഇതൊന്ന് പരീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ആദ്യം നമ്മളൊരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശകലം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി വറ്റൽമുളക്, ഒരു 5 വറ്റൽമുളക് പൊട്ടിച്ചതും, പിന്നെ കുറച്ച് കരാപ്പട്ട, അതുപോലെ തന്നെ പെരിഞ്ജീരകം, മസാല, പിന്നെ വയണയില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് വറ്റി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചേർക്കും. അത് കഴിഞ്ഞ് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്ക് ഒരു കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു. ആ കൊട്ടത്തേങ്ങ ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞ് അതിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു 4 സവാള നമ്മൾ എടുത്തിരിക്കുന്നത്. വലിയ വലിപ്പമൊന്നുമില്ല, ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു 4 സവാള ഒന്ന് നൈസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് നൈസായിട്ടൊന്ന് മണം വരുന്നുണ്ട്. ഇപ്പം ആ ഉള്ളി ഒന്ന് വാടി വരുന്നൊരു മണമുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് മൂപ്പിക്കുന്നില്ല. നമ്മൾ ഏകദേശം കുറച്ചൊരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആ അപ്പുറത്തെ പാത്രത്തിലേക്ക് നമ്മൾ ശകലം മല്ലിച്ചപ്പ് അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 6 എണ്ണം, ഇടത്തരം സവാള ഇടത്തരം തക്കാളി ഒരു 2 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അത് ഇടാം. ചിക്കൻ ഞങ്ങൾ രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി മസാലക്കൂട്ടൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാം. ഇതിപ്പോൾ ചിക്കൻ ഞങ്ങൾ കൊണ്ടുവന്ന് ജസ്റ്റ് ഫ്രഷ് ചിക്കനാണ്. ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ വയ്ക്കുന്നത്. ഞങ്ങളങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ല. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം നമ്മുടെ ആ ഉള്ളിയൊക്കെ ഒന്ന് നൈസായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങും മൂത്തിട്ടില്ല, പക്ഷെ നല്ലൊരു മൂത്ത് നമ്മൾ ആ ഒരു മസാലയിലൊക്കെ ചേർന്നിട്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നിപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പം ആ മുറിച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളിയും പിന്നെ ആ മുളകും കൂടെ ഒന്നെടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് ലേശം ഒന്ന് വഴറ്റിയെടുക്കണം. രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി, പിന്നെ അതുപോലെ ഒരു ചെറിയ മുളകാണ് 6 എടുത്തിട്ടുണ്ട്, കുഞ്ഞു മുളക. അപ്പം അതൊന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇടാം. ഒന്ന് ജസ്റ്റ് വഴണ്ടട്ടെ. നേരത്തെ ചേർത്തിരിക്കുന്ന ആ മുളകും തക്കാളിയും എല്ലാം ഒന്ന് ജസ്റ്റായിട്ടൊന്ന് മൂത്ത് ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലിയാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ചേ വയ്ക്കുന്നുള്ളൂ, നമുക്ക് അത്ര ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഇതിൽ ചേർത്തിട്ട് ഒന്ന് പച്ചപ്പം മാറുമ്പോൾ വരെ ഒന്ന് ഇളക്കുക. നേരത്തെ ശരിക്കും പറഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ നേരത്തെ ചേർക്കാം. പക്ഷെ നേരത്തെ ചേർത്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ പിടിച്ചിട്ട് അടിയിലൊക്കെ ഒന്ന് പിടിച്ച് പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റാത്ത ഒരു പരുവത്തിലോട്ടായിരിക്കും. അപ്പം അത് കാരണം ഉള്ളി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം നമുക്ക് ഇത് കിടക്കേണ്ടി വരത്തില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇളക്കാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും.
അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ നേരത്തെ ഇട്ട ആ സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സവാളയൊക്കെ മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ഒക്കെ ചേർക്കാം. നമുക്കൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കുന്നില്ല. അതിൻ്റെ ആ മസാലയുടെ നമ്മളിപ്പോൾ ഇതിൻ്റെ മസാല ഒരു പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ നോക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മസാല പിടിക്കുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഒന്ന് ഇളക്കിയിട്ട് മസാല കൂട്ടൊന്ന് പിടിക്കുന്നവരെയൊക്കെ ഇളക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് അതിൻ്റെ കളറൊന്ന് മാറി വന്നൊന്ന് ഇളക്കുകയാണ്. ഓക്കെ, ചിക്കൻ കറിയാണ് വെക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്തിപ്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് ആ ഒരു ചാറ്, ആ ഒരു കറി ഇതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്ന് ചേർത്തിട്ട് ഇതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു ചിക്കൻ ഇതിലേക്ക് നന്നായിട്ട് മിക്സായി അതിൻ്റെ ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു അടുപ്പിൽ കിടക്കുക, തിളച്ചോണ്ടിരിക്കുക. ഇതിനകത്തോട്ട് ശകലം മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുക മിക്സായിട്ട്. അപ്പോൾ ആ മല്ലിയില ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഇറച്ചിക്ക് കിട്ടും. അപ്പോൾ മല്ലിയില ചേർത്തൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഒരു സ്മെല്ല് വരുന്നുണ്ട്. മസാല വിറകടപ്പിൽ കിടന്ന് ആ ഇറച്ചിയോട് ചേരുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ട്. അതിപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കിടക്കണം, നന്നായിട്ടൊന്ന് വേവണം. ഇപ്പം നമ്മൾ ഈ ചിക്കൻ കറി ഇപ്പോൾ ഈ വിറകടുപ്പിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ കൂട്ടൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പറ്റി അതിൻ്റെ കളറൊന്ന് നോക്കിയേ, നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിപ്പോൾ തുറന്നപ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് അടിക്കുന്നുണ്ട്. ആ വിറകടുപ്പിൽ കിടന്ന വയണ്ട് വന്ന ആ ഒരു മസാലയിൽ ആ ചിക്കൻ കറി ഇങ്ങനെ മുങ്ങി കുളിക്കുമ്പം എന്ത് രസമാണ്. അപ്പം ഇന്നിപ്പോൾ വിറവടുപ്പി ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ആ ഒരു ചിക്കൻ കറി ഏകദേശം റെഡിയായി വരെയാണ്. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആ മല്ലിച്ചപ്പൊന്ന് താളിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.